നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇന്ന് ചെറിയ പെരുന്നാൾ. റംസാൻ 29 പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. സ്നേഹത്തിന്റെ കൂടിച്ചേരലുകളുടെയും ആഘോഷം കൂടിയാണ് ചെറിയ പെരുന്നാൾ. നന്മകളാൽ സ്ഫുടം ചെയ്ത ആത്മീയ ഊർജവുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ക്ഷമ, സഹനം, കാരുണ്യം തുടങ്ങിയ മൂല്യങ്ങളുടെ കൂടിച്ചേരൽ കൂടിയായ വ്രതാനുഷ്ഠാന ദിനങ്ങൾ പിന്നിട്ടാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ വർണ്ണാഭമാക്കുന്നത്. ഇല്ലാത്തവന്റെ വിശപ്പറിയുന്നത് മാത്രമല്ല, വാക്കിലും പ്രവൃത്തിയിലും തെറ്റുകൾ വരാതിരിക്കാനുള്ള ജാഗ്രത കൂടിയായിരുന്നു കഴിഞ്ഞുപോയ 29 ദിനരാത്രങ്ങൾ. സക്കാത്ത് നൽകി സമ്പത്ത് വിപുലീകരിച്ച് ഇഫ്താർ സംഗമത്തിലൂടെ സൗഹൃദം ഊട്ടിയുറപ്പിച്ച് കൈകളിൽ മൈലാഞ്ചി ചോപ്പണിഞ്ഞും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിച്ചും ഇന്നത്തെ ദിവസം വിശ്വാസികൾ സമ്പന്നമാക്കും. കുണ്ടന്നൂർ മുട്ടിക്കലിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ക്വാറിയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. കുണ്ടന്നൂർ സ്വദേശി 23 വയസ്സുള്ള സതുൽ കൃഷ്ണനാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 9:30യോടെയായിരുന്നു സംഭവം. മൃതദേഹത്തിന് 2 ദിവസത്തോളം പഴക്കമുള്ളതായാണ് കണക്കാക്കുന്നത്. മാസങ്ങളായി അടഞ്ഞുകിടന്നിരുന്ന ക്വാറിയിലെ പ്ലാന്റ് നോക്കുവാനെത്തിയ ജീവനക്കാരാണ് മൃതദേഹം ആദ്യം കണ്ടെത്തിയത്. തുടർന്ന് വാർഡ് മെമ്പറെയും വടക്കാഞ്ചേരി പോലീസിനെയും വിവരം അറിയിച്ചു. സ്വച്ഛ് സർവേക്ഷൺ 2025 ഭാഗമായി കുന്നംകുളം നഗരസഭയുടെ പരിധിയിലുള്ള വിവിധ ഭാഗങ്ങളിൽ കരിയില സംഭരണികൾ സ്ഥാപിച്ചു. നഗരത്തിലെ പ്രധാന പൊതു ഇടങ്ങൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിലാണ് സംഭരണികൾ സജ്ജമാക്കിയിട്ടുള്ളത്. നഗരത്തിൽ ശേഖരിക്കപ്പെടുന്ന കരിയിലയും മറ്റ് ജൈവ മാലിന്യങ്ങളും ശാസ്ത്രീയമായി സംസ്കരിച്ച് പരിസര ശുചിത്വം ഉറപ്പാക്കുക എന്നതാണ് നഗരസഭ പുതിയ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ജൈവമാലിന്യങ്ങളെ പരിസ്ഥിതി സൗഹൃദമായി കൈകാര്യം ചെയ്യുന്നതിനായി വിപുലമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നഗരസഭ സംഘടിപ്പിച്ചു വരികയാണ്. നഗരത്തിന്റെ ശുചിത്വം മെച്ചപ്പെടുത്താനും മാലിന്യങ്ങളെ ഫലപ്രദമായി ജൈവ വളമാക്കി മാറ്റാനും സാധിക്കുമെന്ന് നഗരസഭ അധികൃതർ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എരുമപ്പെട്ടിയിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. പോലീസും സായുധ സേനയും സംയുക്തമായാണ് റൂട്ട് മാർച്ച് നടത്തിയത്. നെല്ലുവായി സെന്ററിൽ നിന്നും ആരംഭിച്ച് എരുമപ്പെട്ടി സെന്ററിൽ സമാപിച്ചു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് എരുമപ്പെട്ടിയിൽ റൂട്ട് മാർച്ച് നടത്തിയത്. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ യൗസേപിതാവിന്റെ തിരുനാളാഘോഷവും സംഘടനയുടെ പതാക ദിനവും ആഘോഷിച്ചു. വിശുദ്ധ യൗസേപിതാവിന്റെ മരണ തിരുനാളിന്റെ ഭാഗമായി രാവിലെ 6 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ മുഖ്യ കാർമ്മികനായി. ദിവ്യബലിക്കിടെ സംഘടനാംഗങ്ങൾ കാഴ്ച സമർപ്പണം നടത്തി. തുടർന്ന് നടന്ന ദിനാചരണം മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ പതാക ഉയർത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. KLM മറ്റം യൂണിറ്റ് പ്രസിഡന്റ് MV ആന്റണി ചടങ്ങിൽ അധ്യക്ഷനായി. സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ, KLM വനിതാ വിഭാഗം പ്രസിഡന്റ് സ്റ്റെർലി ലൂയിസ്, ഭാരവാഹികളായ CL സിജോ, സ്റ്റെഫി ഷിബു, CO ലൂയിസ്, റിയ ജോസഫ്, മറ്റ് KLM പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തിരുനാളിന്റെ ഭാഗമായി നേർച്ച പായസ വിതരണവും വർണ്ണമഴയും ഉണ്ടായിരുന്നു. സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും പുതിയ അംഗങ്ങളെ സ്വീകരിക്കലും നടന്നു. പാവർട്ടി വിശുദ്ധ യൗസേപിതാവിന്റെ മരണ തിരുനാളിന് സമാപനം. തിരുനാളിന്റെ പ്രധാന ആകർഷണമായ വള എഴുന്നള്ളിപ്പുകൾ 12 കൂറ്റൻ വൈദ്യുതി തേരുകളുടെ അകമ്പടിയോടെ വർണ്ണാഭമായി. രാത്രിയെ പകലാക്കുന്ന പ്രകാശവിസ്മയത്തിനാണ് പാവർട്ടി സാക്ഷ്യം വഹിച്ചത്. പള്ളിയങ്കണത്തിൽ അണിനിരന്ന 12 വലിയ തേരുകൾ ദൃശ്യവിരുന്നൊരുക്കി. വിവിധ സംഘടനകളിൽ നിന്നുമായി എത്തിയ വളയെഴുന്നള്ളിപ്പുകൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് പള്ളിമുറ്റത്തേക്ക് പ്രവേശിച്ചത്. നേർച്ചവളകൾ സമർപ്പിക്കാനും തിരുനാൾ ഊട്ടുസദ്യയിൽ പങ്കെടുക്കാനും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. മൊബൈൽ ഫോൺ ക്യാമറകളിൽ വർണ്ണാഭമായ ദൃശ്യങ്ങൾ പകർത്താനും വിശ്വാസികൾ തിരക്ക് കൂട്ടി. തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രത്യേക ലതീഞ്ഞ പ്രാർത്ഥന, റാസ കുർബാന എന്നിവയ്ക്ക് വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാഴൂർ, കൈക്കാരന്മാരായ ജെയ്സൺ വടക്കോട്ട്, ജോസൺ KA, ജോസഫ് ലിയോ, ബാബു KJ എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്നും
കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിലേക്കുള്ള വടക്കൻ മേഖല കാൽനട തീർത്ഥയാത്ര ശനിയാഴ്ച നടക്കും. രാവിലെ വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ കുർബാന അർപ്പിക്കും. തുടർന്ന് 9:30 തീർത്ഥയാത്ര ആരംഭിക്കും. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിംഹാസന പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ സ്ലീബ മോർ ഒസ്താത്യോസ് ബാവയുടെ 96ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചാണ് പരിശുദ്ധ ബാവയുടെ ഖബറിങ്കലേക്ക് വടക്കൻ മേഖല കാൽനട തീർത്ഥയാത്ര നടത്തുന്നത്. കല്ലുംപുറം, കൊരട്ടിക്കര, അക്കിക്കാവ്, കുന്നംകുളം താഴത്തെപ്പാറ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനു ശേഷം തീർത്ഥയാത്ര വൈകിട്ട് 6-ന് ആർത്താറ്റ് ഖബറിങ്കൽ എത്തിച്ചേരും. വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മരണ തിരുനാൾ ആഘോഷിച്ചു. വൈകിട്ട് 6 മണിക്ക് ദേവാലയത്തിന്റെ തിരുമുറ്റത്ത് ചെണ്ടമേളത്തോടെയാണ് തിരുനാൾ ആഘോഷത്തിന് തുടക്കമായത്. തിരുനാളിന്റെ ഭാഗമായി ഒരുക്കിയ നേർച്ച സദ്യയുടെ വെഞ്ചിരിപ്പ് നടന്നു. നാമഹേതു പിറന്നാൾ ആഘോഷിക്കുന്ന വികാരി ഫാദർ ജേസൺ മാറോക്കിയെ ചടങ്ങിൽ ആദരിച്ചു. തിരി തെളിയിക്കലിന് ശേഷം ജോസഫ് നാമധാരികളെ ആദരിക്കലും കാഴ്ച സമർപ്പണവും KLM സംഘടനാ അംഗങ്ങളുടെ കാഴ്ച സമർപ്പണവും ഉണ്ടായി. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് വാഗ സെന്റ് സെബാസ്റ്റ്യൻ ഇടവക വികാരി ഫാദർ ജോബി പുത്തൂർ കാർമ്മികനായി. ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം വിശ്വാസികൾ അണിനിരന്ന പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണവും ഉണ്ടായി. തുടർന്ന് നടന്ന നേർച്ച ഊട്ടുസദ്യയിൽ 100 കണക്കിന് ഇടവക വിശ്വാസികൾ പങ്കെടുത്തു. പള്ളിയങ്കണത്തിൽ ഒരുക്കിയ ഊട്ടുശാലയിൽ ഭക്ഷണം കഴിക്കാൻ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരുനാളിന്റെ ഭാഗമായി ചെണ്ടമേളം, വർണ്ണമഴ എന്നിവ അരങ്ങേറി. വികാരി ഫാദർ ജേസൺ മാറോക്കി, കൈക്കാരന്മാരായ അൽഫോൺസ് മുട്ടത്ത്, ജോഷി വർഗീസ്, KV ജോയ്, MK റെജി, കൺവീനർമാരായ ഷാജി ചിരിയങ്കണ്ടത്ത്, ജോസഫ് തലക്കൂട്ടൂർ, ഫ്രാൻസിസ് കൊള്ളന്നൂർ, അനൂപ് പനക്കൽ, KLM ഭാരവാഹികളായ PV ഷാജൻ, KK ജോഷി, ലിയോ ലോന എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. വേലൂർ അർണോസ് പാതിരിയുടെ 294ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അർണോസ് വസതിയിൽ നടന്ന പുഷ്പാർച്ചന വികാരി ഫാദർ ജേസൺ തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. അർണോസ് കലാകേന്ദ്ര പ്രസിഡന്റ് വിൻസെന്റ് പാടൂർ ചാലക്കൽ അധ്യക്ഷത വഹിച്ചു. PP യേശുദാസ്, ഫാദർ ജോസ് തച്ചിൽ SJ, ഫാദർ ലോയിഡ് CMI, ഫാദർ ജോൺ പേരാമംഗലം, ലീന ആന്റണി, ആന്റോ പനക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്മന്തിട്ട ശ്രീ മഹാദേവ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. മീനം 5-ന് കൊടിയേറിയതു മുതൽ നടക്കുന്ന ഉത്സവ ചടങ്ങുകളും കലാപരിപാടികളും 8ാം വിളക്ക് ദിവസമായ മീനം 12-ന് ആറാട്ടോടെ സമാപിക്കും. ചരിത്രത്തിലും പുരാണങ്ങളിലും നിരവധി ഐതിഹ്യങ്ങളുള്ള ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിതമായ കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. മീനം 4-ന് ക്ഷേത്രശുദ്ധി നടത്തി 5-ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കൊടിമരപൂജയും ധ്വജപൂജയും നടത്തി ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നടത്തി. ക്ഷേത്രം മേൽശാന്തി എറിയാട് വാസുദേവൻ നമ്പൂതിരി സഹകാർമ്മികനായി. 2ാം വിളക്ക് മുതൽ ക്ഷേത്രത്തിൽ അഭിഷേകം, വിശേഷാൽ പൂജകൾ, ഗണപതി ഹോമം, ശീവേലി, മുളപൂജ, നവകമാടൽ എന്നിവ നടക്കും. 7ാം വിളക്ക് ദിവസമാണ് പള്ളിവേട്ട. ആറാട്ട് വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിനു പുറത്ത് വിവിധ കലാപരിപാടികളും അരങ്ങേറും. എല്ലാ ദിവസങ്ങളിലും ഉത്സവക്കഞ്ഞിയും പ്രസാദഊട്ട്, ലഘുഭക്ഷണം എന്നിവയും ഉണ്ടാകും. ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും ക്ഷേത്രം ഊരായ്മ, ദേവസ്വം അംഗങ്ങളും ക്ഷേത്രക്ഷേമസമിതി ഭാരവാഹികളും ഉത്സവാഘോഷ കമ്മിറ്റിയും നേതൃത്വം നൽകും. CPIM പ്രവർത്തകനും എളവള്ളി ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന MN ജയപ്രകാശിന്റെ 36ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CPIMന്റെ നേതൃത്വത്തിൽ എളവള്ളി കണിയാംതുരുത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. PV അശോകൻ അധ്യക്ഷനായി. എളവള്ളി ലോക്കൽ സെക്രട്ടറി PA ഷൈൻ, TK ചന്ദ്രൻ, KP രാജു, TK സംജിത്ത്, TD സുനിൽ, KK പ്രമോദ്, KR പ്രേമൻ എന്നിവർ സംസാരിച്ചു. വ്രതശുദ്ധിയുടെ പുണ്യവുമായി മുസ്ലിം വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. വിശദാംശങ്ങളിലേക്ക്. ചെറിയ പെരുന്നാളോടനുബന്ധിച്ച് വടക്കേക്കാട് ഈദ്ഗാഹ് കമ്മിറ്റി ഈദ്ഗാഹ് നടത്തി. നാലാംകല്ല് MNT ഹാളങ്കണത്തിൽ നടത്തിയ ഈദ്ഗാഹിന് CKM നഈം മൗലവി നേതൃത്വം നൽകി. മസ്ജിദ് റഹ്മ മഹല്ല് കമ്മിറ്റി പെരുമ്പിലാവ് അൻസാർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹ് നമസ്കാരത്തിനും ഖുത്ബയ്ക്കും ഖത്തീബ് മുസ്തഫ ചാന്ദപുരം നേതൃത്വം നൽകി. പെരുമ്പിലാവ് അൽഫുർഖാൻ മസ്ജിദ് അങ്കണത്തിൽ നടന്ന ഈദ്ഗാഹ് നമസ്കാരത്തിനും ഖത്തീബ് മൻസൂർ സലഫി, കോട്ടോൽ മഹല്ല് സെൻട്രൽ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഉസ്താദ് സുലൈമാൻ അൻവരി,
കോട്ടോൽ മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഉമർ ഫൈസി, പരുവക്കുന്ന് മഹല്ല് മസ്ജിദ് അബ്ദുൾ റഹ്മാൻ ഭാഗവി, ആൽത്തറ മഹല്ല് മസ്ജിദ് ഷഫീഖ് അൻവരി, പെരുമ്പിലാവ് സെൻട്രൽ ജുമാ മസ്ജിദ് മഹല്ല് സിദ്ദീഖ് റഹ്മാനി, കൊരട്ടിക്കര ബാദരിയ മസ്ജിദ് ആബിദ് ഹസനി, ചിറക്കൽ ജുമാ മസ്ജിദ് ഹക്കീം ധാരമി എന്നിവർ നേതൃത്വം നൽകി. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞും പരസ്പരം പുണർന്നും മധുരം വിതരണം ചെയ്തും എങ്ങും ആഹ്ലാദത്തിന്റെ നിറവിലാണ് വിശ്വാസികൾ പിരിഞ്ഞത്. റമദാൻ 29 വ്രതം പൂർത്തിയാക്കി ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് പുന്നിയൂർക്കുളം കൊമ്പത്തേൽപ്പടി സലഫി മസ്ജിദ് കമ്മിറ്റി ഈദ്ഗാഹ് നടത്തി. ഫളലുൽ ഹഖ് ഉമരി നൽകി. കമ്മിറ്റി ഭാരവാഹികളായ അബ്ദുറഹ്മാൻ വി, ഷക്കീർ കെ, അബ്ദുൽ അസീസ് വി എന്നിവർ നേതൃത്വം നൽകി. പായസ വിതരണവും ഉണ്ടായി. പുന്നിയൂർക്കുളം നായരങ്ങാടി മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരം നടത്തി. യൂസഫ് അഹ്സനി എള്ളൂരയിൽ നേതൃത്വം നൽകി. എരുമപ്പെട്ടി മുഹയുദ്ദീൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മഹൽ ഖത്തീബ് അത്തീഖ് റഹ്മാൻ ഭാഗവി നേതൃത്വം നൽകി. മഹൽ പ്രസിഡന്റ് MM ഇബ്രാഹിം ഹാജി പെരുന്നാൾ സന്ദേശം നൽകി. സമൂഹ പ്രാർത്ഥനയും ഖബർ സിയാറത്ത് നടന്നു. മധുരവിതരണവും ഉണ്ടായിരുന്നു. ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിനു ശേഷം വിശുദ്ധിയുടെ നിറവിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന പെരുമ്പിലാവിലെ പൊതുപ്രവർത്തകനായ മേനോത്ത് കമറുദ്ദീന്റെ മകനും അൻസാർ സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ഷഹരിയാറിന്റെ വേറിട്ട മാതൃക. സമീപത്തെ ഈദ്ഗാഹിൽ പങ്കെടുത്തതിനു ശേഷം സമൂഹത്തിലെ വിവിധ മതവിഭാഗങ്ങളിൽപ്പെടുന്നവർക്കും ഓട്ടോ തൊഴിലാളികൾ, പെട്രോൾ പമ്പ് ജീവനക്കാർ, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും കച്ചവട കേന്ദ്രങ്ങളിലും കഴിഞ്ഞ 5 വർഷത്തോളമായി നൽകിവരുന്ന ഈദ് മധുര വിതരണം മാറ്റമില്ലാതെ ഈ വർഷവും തുടർന്നു. മതസൗഹാർദ്ദ സന്ദേശം വിളിച്ചോതിക്കൊണ്ട് ഷഹരിയാർ നടത്തുന്ന പുണ്യപ്രവൃത്തി കഴിഞ്ഞ 6 വർഷമായി തുടരുന്നു എന്നതിൽ അഭിമാനമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ഷഹരിയാറിന്റെ വേറിട്ട മാതൃകയെ നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും അഭിനന്ദിച്ചു. പഴഞ്ഞി വെസ്റ്റുമങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ റെഡ് ക്രോസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പറവകൾക്കായി വിദ്യാലയങ്കണത്തിൽ പാനപാത്രങ്ങൾ സ്ഥാപിച്ചു. ചടങ്ങ് പ്രധാന അധ്യാപിക KS ജെൻസി ഉദ്ഘാടനം ചെയ്തു. അമ്പിളി പീറ്റർ പദ്ധതി വിശദീകരണം നടത്തി. കൗൺസിലർമാരായ PJ ജിൻസി, ജിംഷ ഇട്ടൂപ്പ്, ജിജി തമ്പി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളായ KR കൃഷ്ണകാന്ത്, പ്രജ്വൽ C പ്രമോദ്, അൽന റോസ് C സാജു എന്നിവർ നേതൃത്വം നൽകി. ചരമം കല്ലുംപുറം സ്വദേശി ചങ്ങനാശ്ശേരി ഫാൻസി ഗിഫ്റ്റ് സ്ഥാപന ഉടമ പുലിക്കോട്ടിൽ പരേതനായ വർഗീസ് മകൻ വിൽസൺ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 കുളങ്ങര മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടത്തും. ഷേബ ഭാര്യയും ബിബി, സബി എന്നിവർ മക്കളുമാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.